ഒരു വോയിസ് സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ദിസ് ഇന്റർവ്യൂ വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം ഐ ഫീൽ. അങ്ങനെയാണെങ്കിൽ കേട്ടുകൊണ്ട് മാത്രം സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ വോയിസ് തന്നില്ല, മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ നിങ്ങളാണ് എന്റെ വായടപ്പിച്ച് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വോയിസ് തരുന്നില്ല. മനസ്സിലായി നിങ്ങളുടെ പരിഗണന എനിക്ക് ആവശ്യം. ഞാൻ നിങ്ങളുടെ മറ്റേ വാവാവയോ പരിഗണിക്കാനായിട്ട് ഒരിക്കലും ആരാന്ന് നിങ്ങളുടെ വിചാരം? എന്റെ വിചാരം ഞാൻ ആര്യനാണ്. ആണല്ലോ. നിങ്ങൾ അല്ല, നിങ്ങളുടെ പ്രൊഫൈൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്നെ തോപ്പിക്കണം എന്ന് ഞാൻ പറയട്ടെ, എന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു വിചാരിച്ചിട്ട് എന്നെ ഇവിടെ വായടപ്പിച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അതായത് ശാരികയുടെ വായടപ്പിക്കണം, ഹോട്ട് സീറ്റ് വന്നിരുന്ന അവൾ എല്ലാരെയും ഖണ്ഡിച്ച് സംസാരിക്കും. അപ്പൊ എന്നെ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് കേട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. അല്ല, അപ്പൊ നിങ്ങൾ ചെവി അടച്ചു വെച്ചാണോ കാണുന്നത്? അതെ, മ്യൂസിക് സിസ്റ്റം ഓഫ് ആക്കിയിട്ടാണ്. കോമഡി ആക്കാൻ വേണ്ടി ഇത്ര ബോർ കോമഡി ആക്കാൻ നൈസ് കോമഡി പറയണ്ടേ? കോമഡി ഷോ ആണ് നടക്കുന്നത്. ഇതാണോ ഹോട്ട് സീറ്റ്? ഇത്രയും ഒരു എന്താ പറയുന്നത്, ക്യാമറ പേഴ്സൺസ് ഇത്രയും നമ്മൾ ഇതിനും ഇങ്ങനെ ഹോട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യേ കഷ്ടം. ഈ സെൻസിബിൾ അല്ലാത്ത കുട്ടിയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും? എന്റെ ഒരു ലെവൽ ഓഫ് ആങ്കർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സംസാരിക്കണ്ടേ? എന്തിനാ അവളുടെ വിലകളെ വേണ്ടി പറയുന്നത് മനസ്സിലാവുന്നില്ല. ശാരികയുടെ വിലകളെ വേണ്ടി എന്നെ കൊണ്ടുവന്ന് മോശമായി സമയം കളഞ്ഞു. അതും ശാരിക പോലത്തെ ചെറിയ പയ്യന്മാർ കോളേജൊക്കെ കഴിഞ്ഞതല്ലേ? ഇല്ലില്ല, സ്കൂളിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കോളേജിലാണോ? നിങ്ങൾ ക്യാമറ റെക്കോർഡിംഗ് എടുത്ത് നോക്കൂ. വെറുതെ ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യമില്ലല്ലോ. ആങ്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചോദിക്കാവോ? വിവാഹത്തിന് മുമ്പ് ഈ ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ഒരു അതിലാണ് നമ്മൾ പിന്നെ ആർഗ്യുമെന്റ് തുടങ്ങിയത്. ആ ടോപ്പിക്കിൽ തിരിച്ചു വരാം. ഈ 3 മാസം ട്രയൽ വേണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. 3 മാസം ട്രയൽ വേണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. സോറി, ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കിയിട്ട് മിനിമം മര്യാദയല്ലേ? അയ്യോ ആക്ടിങ് ഇച്ചിരി ഓവർ ആണെന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. നിങ്ങൾ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ആൾക്കാരുമായിട്ട്, അതായത് പാർട്ണറുമായിട്ട് വേണം, അതിൽ ട്രയൽ വേണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. ട്രയൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഐ വുഡ് വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് ഹർ. അത് നിങ്ങളുടെ നിങ്ങൾ പോളിഷ് ചെയ്ത് പറയുന്നല്ലേ? അതിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരില്ലേ? ചിലപ്പോൾ വരില്ല. നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇരുന്ന് പറയുന്നത്. കഷ്ടം. ചിരിക്കുന്നോ? ഇതിന് അഹങ്കാരത്തിന്റെ ചിരി എന്ന് പറയും. നിങ്ങൾ എല്ലാത്തിനും ഇത്രയും മ്ലേച്ഛകരമായ ഒരു ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കും. ഹോട്ട് സീറ്റ് അവസാനിപ്പിക്കും ഞാൻ ഇവിടെ. എവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എവിടെ? ഞാൻ ഇത്രയും കാലം ഇറങ്ങിപ്പോയി. എനിക്ക് അവരോട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അല്ല ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് അല്ലാത്ത ഒരു ഗസ്റ്റിനെ എന്തിനാണ് അപ്പോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനിന്ന് പാവളിക്കാൻ ഇരിക്കുന്നത് ഇവിടെ. ഭയങ്കര മോശമായിട്ടാ. നിങ്ങൾ ഒരു ആങ്കറോട് കളിയാക്കരുത് എന്നെ കൊണ്ടുവന്നിട്ട്, മനസ്സിലായ? ഇതിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് പറയാം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ മറ്റേ കിൻഡർ ഗാർഡൻ അല്ലേ നടത്തുന്നത്? ഇന്റർവ്യൂ അല്ലേ നടക്കുന്നത്? അത് ഹോട്ട് സീറ്റ് പോലെ ഷോയില് ആക്ടർ, ചൈൽഡ് ആക്ടറോ? ആവാം, അതുമായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് 1983 അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളിയുടെ ഒരു പടത്തില്. ഓ റിയലി? നിങ്ങൾ ഓർമ്മകളെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, പടങ്ങള് ചിലപ്പോ ഇഷ്ടാവില്ല. നിങ്ങളുടെ മെച്ചൂരിറ്റി, ഈ ഇമ്മെച്ചൂരിറ്റി ആണ് നിങ്ങളുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അത് മാറ്റിയാൽ നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം, നല്ല ലുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ പെൺകുട്ടികളുടെ സംഘം, നമ്മുടെ കേരളീയ പെൺകുട്ടികളുടെ സങ്കല്പം ഇതാണെന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യൻ ലുക്ക് എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആക്കണേ? നമ്മളൊരു ഇന്ത്യൻ അല്ലേ? എത്ര സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ബംഗാളി, ബീഹാറി ഭയങ്കര മോശമാണ്. നമ്മളൊരു പോകുന്ന വഴിക്ക് ഒരാളിങ്ങനെ എടാ ബംഗാളി എന്ന് വെച്ചാൽ അത് ഭയങ്കര വിഷമം ഒരാൾക്ക്. അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ എപ്പോഴും ഒരു ഇന്ത്യൻ രീതിക്ക് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി എന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. നിങ്ങൾ ഒരു ആരാധിക വിളിച്ചിട്ട് നിങ്ങൾ അവരോട് വളരെ മോശമായിട്ടല്ല സംസാരിച്ചത്. ഒരു ആരാധിക, ഒരു ഫാൻ ഗേൾ, എന്നെ ഫാൻ ഗേൾ വിളിച്ചത് പ്രാങ്ക് കോൾ പോലെയാണ്. അവള് പറഞ്ഞത് എനിക്ക് നിങ്ങളെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ഷോയുടെ ഇടയിൽ ഒരു പ്രാങ്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓ നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം. നിങ്ങളെ വിക്കിപീഡിയ ആണോ? ഓ അപ്പൊ അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവം.
ഭയങ്കര വലിയ അഹങ്കാരം. കഷ്ടം. ഇതിനെയൊക്കെ എന്ത്, നിങ്ങൾ കുറച്ച് ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു. ഏത് ബുക്സ് വായിക്കണ്ടേ പറഞ്ഞു? ഏത് ബുക്സ്? മലയാളം വായിക്കാറിയോ? 5 ബുക്കിന്റെ പേര് പറ. 5 ബുക്കിന്റെ പേര് പറയട്ടെ. അഗ്നിച്ചിറകുകൾ, ദ വിങ്സ് ഓഫ് ഫയർ, അബ്ദുൽ കലാമിന്റെ. ദെൻ മാധവിക്കുട്ടിയുടെ മൈ സ്റ്റോറി. മലയാളം വായിക്കാൻ അറിയാം? എനിക്ക് വായിച്ചിട്ടുണ്ടോ? വായിക്കാം. ഏതെങ്കിലും സ്റ്റോറി ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? മലയാളത്തിൽ ഞാൻ സ്പൈഡർമാൻ കോമിക്സ് അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ആക്ച്വലി റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറഞ്ഞ റോബിൻ ശർമ്മയൊക്കെ വായിക്കും. ചേതൻ ഭഗത് വായിക്കാറുണ്ടോ? എല്ലാ ബുക്കല്ല, എല്ലാം റോബിൻ ശർമ്മ ഇഷ്ടമാണ്. റോബിൻ ശർമ്മ കുഴപ്പമില്ല, നല്ലൊരു റൈറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ എന്റെ ലാസ്റ്റ് പടം ചെയ്ത് വടക്കൻ സിനിമയില് നമ്മുടെ റൈറ്റർ ആയിരുന്നു ഉണ്ണി സാറ്. തനിക്ക് ഞാനൊരു ബുക്ക് റെഫർ ചെയ്യട്ടെ താങ്കൾക്ക്? ചെകുത്താന്റെ പണിപ്പുര. ചെകുത്താന്റെ പണിപ്പുര. പണിപ്പുര. യെസ്. ഓക്കേ. ഡെവിൾ വർക്ക്ഷോപ്പ്. ഡെവിൾസ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ്. യാ. ചെകുത്താന്റെ പണിപ്പുര. എന്തിന്റെ ബുക്ക് അത്? അത് വായിക്കേ, നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ഈ സ്വഭാവത്തിന് പറ്റിയ ബുക്ക് ആണോ? നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എന്റെ ലൈഫ് ആക്ച്വലി എനിക്ക് പ്രണയിക്ക് വന്നിട്ടുണ്ടോ? ഈ ലുക്ക് കണ്ടിട്ടാണ്, സ്വഭാവം കണ്ട അപ്പൊ തന്നെ ഓടുമല്ലോ. ഓടാണ്ടാണ്, പക്ഷെ എന്തിനാ വന്നെ എനിക്കറിയാം. ഉണ്ടോ? അപ്പൊ പ്രണയിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങോട്ടല്ല, നിങ്ങൾ പ്രണയിക്കും. നിങ്ങൾ മറ്റേ അതാണോ ലുക്ക് കാര്യത്തിലൊന്നും പോയിട്ടുണ്ടാവും. അതൊക്കെ എല്ലാ ഹ്യൂമൻസ് ലുക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ലക്ഷ്യം കണ്ട് നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? പ്രണയിച്ച് പറ്റിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ ചോദ്യം കേൾക്കത്തുമില്ല, ഈ മനുഷ്യൻ ചോദ്യത്തിന് ആൻസറും ഇല്ല. ഒരു കാര്യം, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ. എന്നോടാ ചോദ്യങ്ങൾ, എന്നെ ഇന്റർവ്യൂ. ഞാനിരിക്കാം, പുള്ളിയെ ഹോട്ട് സീറ്റിലെ ഹോസ്റ്റ് ആയിട്ടിരുന്നത്. സംസാരിച്ചോട്ടെ കുറച്ചെങ്കിലും. ഞാനിവിടെ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഹോട്ട് സീറ്റിൽ വെൽക്കം. ക്വസ്റ്റ്യനോ ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ഇന്നേ വരെ ഞാൻ ആൻസർ വേണോ ഇല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം വേണോ? ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ സമയം തരൂ. ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു. അതുകൊണ്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണോ നിങ്ങള്? സീരിയസ്ലി പ്രോമിസ്. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് തരുമോ? ഹോട്ട് സീറ്റ് വന്നു, സംസാരിക്കാം, നമുക്ക് ചില്ലിയാലോ. എന്തിനാ നിങ്ങൾ ഇതൊക്കെ രേണുസുതി ഒക്കെ ഇരുന്ന, രേണുസുതി ആറാട്ടനൊക്കെ ഇരുന്ന ഹോട്ട് സീറ്റ് ആണിത്. അവരൊക്കെ പൊളിച്ച ഹോട്ട് സീറ്റ് ആണ് ഇതൊക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോർമലി സംസാരിക്കാം. ഫൈറ്റ് ചെയ്യണോ കമ്പൽസറി അല്ലല്ലോ. പക്ഷെ എനിക്കിത് ഹോട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇരുന്നിട്ടില്ല ഞാൻ വന്നിട്ട്, ഇങ്ങനെ ഞെരുവിൽ കൊള്ളുകായിരുന്നു. ഐ മീൻ ചുമ്മാ ഇങ്ങനെ ജിഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ കംഫർട്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇതൊരു വഴക്കാളി ഷോ അല്ല. യു ആർ ഫൈൻഡിങ് ഇറ്റ് അൺകംഫർട്ടബിൾ മീ സിറ്റിംഗ് ലൈക്ക് ദിസ്? യെസ് ഓർ നോ? നിങ്ങൾ ശോഭാഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അൺകംഫർട്ടബിൾ ആണോ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ? നിങ്ങൾ അൺകംഫർട്ടബിൾ ആണ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ മൊത്തത്തിൽ ഒരു ബോഡി അൺകംഫർട്ടബിൾ ആണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാ? ഇങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾ മൊത്തത്തിൽ എനിക്കൊന്നും സംസാരിക്കാൻ. യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുക. ഇത് നമ്മൾ മറ്റേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഇത്രയും പ്രായമുള്ള എങ്ങനെയാണ് പറയാൻ പറ്റുക? കോളേജിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വായു കണ്ണടച്ചിരിക്കുക. ഒരു മിനിറ്റ് കണ്ണടച്ചു. പറ്റില്ല, അതേ പറ്റില്ല, അതേ ചിരിക്കുന്നുണ്ടോ? കണ്ണലടിക്കാൻ പറഞ്ഞേ, വായ അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല ഇത്ര നേരമായിട്ടും. ഇല്ല, എന്റെ കണ്ണിൽ ലോസ്റ്റ്, എന്റെ വായ മാത്രം ഒറ്റ സെക്കൻഡ് അടച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് അടച്ചിട്ടില്ല. കണ്ണോ? മനസ്സിലായി. വായു കണ്ണ് ക്ലോസ് ആണോ? വായും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉത്തരത്തിന് നിങ്ങൾ തോക്കുമ്പോ നിങ്ങൾ എന്ന് പറയും തെറ്റാണെന്ന്. എത്ര സമയം ബാക്കിയുണ്ട്? 1 മിനിറ്റ് ആവാനായോ? ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത് അതായിരിക്കും നല്ലത്. ഞാൻ പോകും. അത് പൊളി. ഒരു അമ്മയും ഒരു മോനും. അമ്മയൊരു മോനോ? എന്ത് പ്രഹസനമാണ് ഇത്? എവിടെ അപ്പോസ്? എനിക്ക് വയ്യ, ഞാനിത് ചെയ്യില്ല. ദിസ് ടു മച്ച്. കിഡ്സ് പാർക്കിൽ വെക്കാൻ അപ്പൊ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങളെ കയറ്റാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, മദേഴ്സും ഗ്രാൻഡ് മദേഴ്സും കയറ്റാം. ക്യാമറ പേഴ്സൺസ്, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് അബ്സോർഡ്, ടോട്ടലി അബ്സോർഡ് ആണ്. ഇത് ഹ്യൂമിലിയേഷൻ ആണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറയാം, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് എടുത്തിട്ട് പോ. കൊണ്ടുനോക്കിയോ?